അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഹുബ്ബി യദി ഖല്ലത ഹീലതി അദ്ദിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ലോകത്തിന് നൽകുന്ന വലിയ സംഭാവനകൾ എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, അവശരായ ആളുകൾക്കൊപ്പം, ദുർബലരോടൊപ്പം ഇസ്ലാം നിൽക്കുന്നു, മുസ്ലിങ്ങൾ നിൽക്കേണ്ടി വരുന്നു, നിൽക്കണം എന്നതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഒരാളെയും നശിപ്പിക്കാനോ തകർത്ത് കളയാനോ ഇസ്ലാം ലക്ഷ്യമാക്കുന്നുമില്ല. അങ്ങനെ ഒരു സന്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിൻ്റെ ഒരധ്യായത്തിൽ നിന്നും നമുക്ക് കാണാനും സാധ്യമല്ല. ഇസ്ലാം എപ്പോഴും കാരുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ്. കാരുണ്യം ചെയ്യാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം സുന്ദരമായ ഒരു ആശയം ലോകത്തിന് കൈമാറിയപ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ ജനസമൂഹം ഏറ്റെടുത്തതും ഇതിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നതും. അല്ലാതെ ഒന്നും അവർക്ക് കൊടുത്തിട്ടോ അവരെ വശീകരിച്ചിട്ടോ അല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇദാ സ്വല്ല അഹദുക്കും ലിന്നാസി ഫൽ യുഖഫിഫ്. നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവരെ കാരുണ്യത്തോടെ അവർക്ക് നിങ്ങൾ എളുപ്പമാക്കണം നിസ്കാരം. എളുപ്പമാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പരിധിയില്ലാതെ നീട്ടിക്കൊണ്ടുപോകരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത്, ഫഇന്ന ഫീഹിമുൽ ലഈഫ വസ്സഖീമ വൽ കബീറ. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ദുർബലരായ ആളുകളുണ്ടാകും, ഒരുപാട് സമയം നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും, ഒരുപാട് സമയം സുജൂദിൽ കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, ഒരുപാട് സമയം റുക്കൂ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, വസ്സഖീം രോഗികളുണ്ടാകും, വൽ കബീർ പ്രായമെത്തിയവരുണ്ടാകും. ഈ ആളുകളൊക്കെ നിങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വഇദാ സല്ല അഹദുക്കും, എന്നാലോ നിസ്കാരം നീട്ടി നിസ്കരിക്കൽ സുന്നത്താണ്. എപ്പോൾ? വഇദാ സ്വല്ല അഹദുക്കും ലിനഫ്സി. നിങ്ങൾ സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ തഹജ്ജുദ് നിസ്കാരമാണ്, ളുഹാ നിസ്കാരമാണ്, അങ്ങനെയുള്ള നിസ്കാരങ്ങളാണെങ്കിൽ ഫൽ യുതവ്വിൽ മാഷ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ര നിങ്ങൾ ദീർഘിപ്പിച്ചോ, വലിയ സൂറത്തുകൾ നിങ്ങൾ ഓതിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഞാൻ എന്തിനാണ് ഈ ഹദീസ് ഇവിടെ വിവരിച്ചതെന്നറിയോ? ഇസ്ലാം ജനങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറാൻ പഠിപ്പിക്കുന്നത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ദീന് പഠിപ്പിക്കുന്നില്ല. ഇത് ഒരു നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമിനോടുള്ള കൽപ്പനയാണെങ്കിൽ, ഇതുപോലെ സമാനമായ ഒരുപാട് കൽപ്പനകൾ സമൂഹത്തിലെ മറ്റു ആളുകളോട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
ജനങ്ങൾക്ക് എളുപ്പം ആവലാണ് ഇവിടെ ഉദ്ദേശം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബസ് സ്റ്റാൻഡിൻ്റെയോ റെയിൽവേ സ്റ്റേഷൻ്റെയോ ഒക്കെ അടുത്തുള്ള പള്ളികൾ, അവിടങ്ങളിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ആ പ്രദേശത്തുകാരുണ്ടാകും. ഒരുപക്ഷെ ആ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഉള്ള ആ ഒരു ഗതാഗതത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ. അവർക്ക് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണമെന്നും ചിന്ത ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടങ്ങളിലൊക്കെ ഇമാമുമാർ ഒരു മിതമായ രീതിയിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അവിടങ്ങളിലൊക്കെ വലിയ സൂറത്തുകൾ, ഇപ്പോൾ ഹറമുകളിലൊക്കെ പോയാൽ മഗ്രിബ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും സുബഹി നിസ്കാരത്തിനും ഒക്കെ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കും. ആ ഒരു രീതി നമുക്കിങ്ങനെയുള്ള മേഖലകളിൽ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ വരരുത് എന്നാണ് ഇതിന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീട്ടി നിസ്കരിക്കാം, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങനെ ദീർഘിച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ടല്ലോ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ജനങ്ങൾക്ക് എളുപ്പം ചെയ്യണം, ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ്, മല്ലാ യർഹമിന്നാസ് ലാ യർഹമുഹുല്ലാഹ്. ജനങ്ങളോട് കാരുണ്യം ചെയ്യാത്ത മനുഷ്യനിക്ക് അല്ലാഹ് കാരുണ്യം കാണിക്കൂല. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടേക്ക് ചിന്തിക്കലാണ് എക്കാലത്തും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പുരോഗതിയുടെ മാർഗത്തിന് ഏറ്റവും എളുപ്പമായത് എന്ന് മനസ്സിലാക്കണം. അതാണ് ഇസ്ലാമിൻ്റെ വളർച്ച, അതിലൂടെയാണ് ഇസ്ലാം വളർന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.